ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം അഞ്ജന നെഞ്ചിലേറ്റിയ വഞ്ചനയെക്കുറിച്ചാണ്. അഞ്ജന എന്ന് പേരുള്ള ഒരു മകള്, അവള് നെഞ്ചിലേറ്റി നടത്തിയ വഞ്ചന അവസാനം അവളെ എവിടെ കൊണ്ട് എത്തിച്ചു? അവൾ സമൂലം വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് അവൾ തന്നെ ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്. ഈ അഞ്ജനയുടെ നീക്കങ്ങളൊക്കെ കണ്ടിട്ട് അവളുടെ അമ്മ ഒരു ദിവസം അവളോട് ചോദിച്ചു, നിനക്ക് വല്ല ലൈനുണ്ടോ? ഉടനെ അവളുടെ പ്രതികരണം കേൾക്കേണ്ടതായിരുന്നു എന്നാ പറഞ്ഞത്. അവൾ പറഞ്ഞത്, അമ്മയ്ക്ക് അമ്മയുടെ മകളെ അറിയാൻ മേലേ, അമ്മയുടെ മകള് അങ്ങനെ വല്ലതും ചെയ്യുവോ? അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ അമ്മയുടെ തലേ കൈവച്ച് അവള് പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ കേസ് കെട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരാഴ്ച തികഞ്ഞില്ല, അവൾ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വന്ന ഒരു റിലേഷൻഷിപ്പ് വല്ലതാണോ? ഒന്നുമല്ല. നാളുകളായിട്ട് ഇവൾക്ക് ഉണ്ടായിരുന്നത് ആരും അറിയാതെ രഹസ്യമായിട്ട് കാത്തു സൂക്ഷിച്ചത്. ഇനി ഇത് വീട്ടിലെങ്ങാനും അവരിങ്ങനെ ഒരു ചോദ്യം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവള് ചെയ്തൊരു കാര്യം, അവനെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു ദിവസം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് അവനുമായിട്ട് രജിസ്റ്റർ വിവാഹം നടത്തി. വീട്ടുകാരുടെ ചങ്ക് തകർക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഇവള് അമ്മയുടെ തലേ കൈ വെച്ച് പറഞ്ഞതാണ്, അങ്ങനത്തെ ഒരു കേസ് കെട്ടും എനിക്കില്ല എന്ന്. അപ്പം അത് വലിയ ഒരു വഞ്ചന, അവളുടെ ഭാഗത്തു നിന്നും വന്ന ഒരു വഞ്ചനയായിട്ട് വീട്ടുകാർക്ക് അനുഭവപ്പെട്ടു. പിന്നീട് അവൾക്ക് സംഭവിച്ചത്, കല്യാണമൊക്കെ കഴിഞ്ഞ് രജിസ്റ്റർ വിവാഹമൊക്കെ നടന്ന് അങ്ങനെയൊക്കെ പോയെങ്കിലും ഒത്തിരി നാളൊന്നും എടുത്തില്ല, അവൾ കണ്ടെത്തി അവളുടെ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് അവിഹിതം. ഇത് അറിഞ്ഞത് അവളുടെ ചങ്ക് തകർന്നു. ഇതൊക്കെ അമ്മയുടെ വീട്ടുകാരുടെ ചങ്ക് തകർത്തവൾക്ക് കിട്ടിയത് എന്താണെന്ന് അവൾ ശരിക്കും സമൂലം വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആദ്യമായിട്ട് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു വിരോധാഭാസം, ഒരു കോൺട്രഡിക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരുവനാണ് യൂദാ ഇസ്കറിയോത്ത. നമ്മൾ കാണുകയാണ്, അവന് പുരോഹിത ശ്രേഷ്ഠന്മാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ ഗുരുനാഥനെ ഒറ്റിത്തന്നാൽ നിങ്ങൾ എന്ത് തരും? അവർ പറഞ്ഞു 30 വെള്ളിക്കാശ്. ഇനി അന്ന് മുതൽ ഈ ഗുരുനാഥനെ ഒറ്റിക്കൊടുക്കാനുള്ള ഒരു അവസരം നോക്കി നടന്നവനാണ് യൂദാസ്. ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാവരെയും പോലെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ മാത്രം മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ഗുരുവിനെ, യേശുവിനെ ഒറ്റിക്കൊടുക്കണം. അവസാനം അവന് ഒരു സൂചന കൊടുത്തു, ഞാൻ ആരെ വാൾക്കൂട്ടത്തിലാണേലും മറ്റ് ശിഷ്യന്മാരുള്ളപ്പോഴാണേലും ഞാൻ പോയിട്ട് ആരെ ചുംബിക്കുന്നോ അവനാണ് യേശു. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോണം. കഥ പറയുന്നൊരു കാര്യം, യൂദാസേ, ചുംബനം കൊണ്ടോ നീ നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്? ചുംബനം എന്നത് സ്നേഹത്തിൻ്റെ ഒരടയാളം. അതിവൻ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാ? ഒറ്റിക്കൊടുക്കാൻ. ഒരു വഞ്ചനയാണ് അവിടെ നടന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ നീചമായ ഒരു വഞ്ചന. മറുവശത്ത് നമ്മൾ കാണുന്നു ഗുരുനാഥൻ യേശു, അവൻ ചെയ്തൊരു കാര്യം, യൂദാസ് സ്നേഹത്തിൻ്റെ അടയാളം വഞ്ചിക്കാനെടുത്ത് ഉപയോഗിച്ചു. പക്ഷേ യേശു ചെയ്തൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, ലജ്ജയുടെ അടയാളമായി കണ്ടിരുന്ന കുരിശ് രക്ഷയുടെ ഒരു മരമാക്കി അവൻ മാറ്റി. അതാണ് കുരിശുമരണത്തിലൂടെ യേശുവിന് ചെയ്യാൻ പറ്റിയത്. മരത്തിൽ തറയ്ക്കപ്പെട്ടവര് ശപിക്കപ്പെട്ടവരെന്ന് ഗലാത്യർ 3:13 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ കുരിശിൽ തൂക്കപ്പെട്ടവരൊക്കെ ശപിക്കപ്പെട്ടവരായി കണ്ടിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, നമ്മളൊക്കെ കുരിശ് ധരിക്കുന്നവരും കുരിശ് വഹിക്കുന്നവരും കുരിശ് സഹിക്കുന്നവരുമൊക്കെയാണ്. നമുക്കതിനകത്ത് ലജ്ജയല്ല, നമുക്ക് അഭിമാനമാണ്. എന്തുകൊണ്ടാണ്? കർത്താവ് കുരിശ് മരണം ഏറ്റെടുത്തത് കൊണ്ട്. ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി വചന വെളിച്ചത്തിൽ നമുക്ക് തിരിച്ചറിയാം. ഒന്ന്, വഞ്ചിച്ചാൽ നീ വഞ്ചിക്കപ്പെടും എന്നുള്ളത് അഞ്ജനയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യെശയ്യാ 33 അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ, നീ വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിച്ചാൽ നിന്റെ വഞ്ചന തീരും മുമ്പ് നീ വഞ്ചിക്കപ്പെട്ടിരിക്കും. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യം, അവനൊരു പൊട്ടനല്ലേ, അവനെ ചതിച്ചാലും കുഴപ്പമില്ല, അവന് അറിയില്ല, അവന് തിരിച്ചറിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്ന് നമ്മൾ പറയാറുള്ള ഒരു ആപ്തവാക്യമാണ്. ഇനി എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചാൽ വഞ്ചിക്കപ്പെടും, അതാണ് അതിൻ്റെ പൊരുൾ. സുഭാഷിതങ്ങൾ 20:17 വചനം, വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിച്ചേക്കാം, പക്ഷെ പിന്നീട് വായിൽ ചരൽ നിറയും. സുഭാഷിതങ്ങൾ 21:6 വചനം വായിച്ചാലോ, ഈ അസത്യം, കള്ളം, വ്യാജം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നമുക്ക് നേടിത്തന്നേക്കാം. അങ്ങനെ നമ്മൾ നേടുന്ന ആ ഒരു സമ്പത്ത് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ്. അത് നല്ല സമ്പത്തല്ല, നല്ല നേട്ടമല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക. ആരെങ്കിലും വഞ്ചിച്ച് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചാൽ അത് നമുക്ക് ഗുണപ്രദമാകില്ല, അത് നമുക്ക്
നാശത്തിന് കാരണമാകും എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, വഞ്ചിക്കാൻ മനസ്സ് കാണിച്ച ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ വഞ്ചനയുടെ സ്ഫോടന പരമ്പര. 2 സാമുവേൽ 11 വായിക്കുമ്പോൾ ദാവീദ് ഒരു വഞ്ചനയ്ക്ക് മുന്നോട്ട് വന്നു. അതിലൂടെ ഉറിയ കൊല്ലപ്പെട്ടു. പിന്നെ അവൻ്റെ ഭാര്യയെ വീരോചിതമായിട്ട് എന്ന പോലെ അവനെ ഇവൻ ഭാര്യയാക്കി. അവൾ നേരത്തെ തന്നെ ഭാര്യയാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞിന് ദൈവത്തിൻ്റെ പ്രഹരമേറ്റു. ഉറിയായും കുടുംബത്തെയും വഞ്ചിച്ച ദാവീദിൻ്റെ കുടുംബത്തിലുണ്ടായ കാര്യം, അവൻ്റെ രക്തത്തിൽ നിന്നുണ്ടായ കുഞ്ഞിന് ദൈവത്തിൻ്റെ പ്രഹരമേറ്റു. പിന്നീട് മുമ്പോട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, 2 സാമുവേൽ 13 അമ്നോൻ, ദാവീദിൻ്റെ മക്കളാണ് കേട്ടോ, അമ്നോൻ താമാറിനെ ചതിക്കുന്നു. അബ്സലോം അമ്നോനെ ചതിക്കുന്നു. 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഹൂഷായി അബ്സലോമിനെ ചതിക്കുന്നു. ഒരാൾ മറ്റൊരാളെ ചതിച്ചു, ഇനി ചതിച്ചയാളെ വേറൊരാൾ ചതിക്കുന്നു. അങ്ങനെ ചതിയുടെ അല്ലെങ്കിൽ വഞ്ചനയുടെ ഒരു സ്ഫോടന പരമ്പര ഇവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റും. കാരണം ദാവീദ് ഒരു വഞ്ചനയ്ക്ക് തയ്യാറായത്. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് സാവൂളിൻ്റെ കുടുംബം നേരിട്ട ഒരു ദുരിതം. എന്തായിരുന്നു കാരണം? 2 സാമുവേൽ 21 വായിച്ചാൽ സാവൂൾ ഗിബെയോൻകാരെ വധിച്ചു വഞ്ചനയിലൂടെ. അവർക്ക് കൊടുത്തിരുന്ന വാക്ക് പാലിക്കാതെ അവരെ വധിക്കുന്ന ഒരു രംഗം. 1 സാമുവേൽ 31 വായിച്ചാൽ സാവൂളും അതുപോലെ തന്നെ അവൻ്റെ മക്കളും വധിക്കപ്പെടുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി 3-ാം അധ്യായം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നു വഞ്ചനയുടെ ഒരു സ്ഫോടന പരമ്പര. സർപ്പം സ്ത്രീയെ ചതിച്ചു. ആ സ്ത്രീ പോയി ഭർത്താവിനെ വഞ്ചിക്കുന്നത്, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഞ്ചിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ കാണുകയാണ് ഒരു വഞ്ചന മറ്റൊരു വഞ്ചനയിലേക്ക് നയിക്കപ്പെടുന്നത്. ജെറമ്യാ 5:11 വചനം, ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും ദൈവത്തെ വഞ്ചിക്കുന്നതായിട്ട് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ഇനി അതുമൂലം അവരേറ്റെടുക്കേണ്ടി വരുന്ന നഷ്ടം, ദുരിതം ചില്ലറയായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വഞ്ചിക്കുന്നവരുടെ അവസാനം അധപ്പതനമായിരിക്കും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 തീമോത്തി 3:13 വായിച്ചാൽ ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. അതാണ് അവരുടെ അന്ത്യം. അതല്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് തിരുത്തേണ്ടത് തിരുത്തി വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവരാകുവാൻ, സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരായി മാറുവാൻ ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.